പണത്തിന് പണം, അതും കോടികൾ. പിന്നെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ബിനാമി ബന്ധങ്ങൾ, അല്ലേ? ആട്ടെ, ഇനി വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ? സാർ എന്ത് ചോദിച്ചാലും ഞങ്ങൾ... നോ, കഴിയില്ല മിസ്റ്റർ രാജൻ ഫെലിക്സ്. നിങ്ങൾക്കെന്നല്ല, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവം മോഹൻ തോമസിന് പോലും കഴിയില്ല ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ. നിങ്ങൾ മൂലമുണ്ടായ കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ജീവൻ, ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് പാവങ്ങളുടെ കൂടും കുടുംബവും സ്വസ്ഥതയും, എന്താ അതെല്ലാം ഈ നാടിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വന്നു കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളുടെയും തൊപ്പി എനിക്ക് തെറിപ്പിക്കാം, ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കാം. പക്ഷെ അതുകൊണ്ടാവുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ദല്ലാൾ, കോടികൾ കൊയ്യുന്ന കച്ചവടങ്ങളിൽ മോഹൻ തോമസിന്റെ പങ്കാളി, പോലീസിന്റെ അന്തസ്സിന് കാലയിലിടുന്ന തോൽ ചെരുപ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത പ്രമാണി. ഒന്നോർത്തോളൂ മിസ്റ്റർ രാജൻ ഫെലിക്സ്, എന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന ഇന്റലിജൻസ് ഐജിയുടെ ഈ മഹത്വങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തും. വെറുതെയല്ല, വിത്ത് സോളിഡ് പ്രൂഫ്. മനോഹരമായിരിക്കുന്നു സാർ, ഗംഭീരം, അതിഗംഭീരം അങ്ങയുടെ ഈ പ്രഭാഷണം. ഐ ആം ഡീപ്ലി ഇംപ്രസ്ഡ്. അങ്ങയുടെ ഈ നീതിബോധം, പൗരബോധം, സാമൂഹ്യബോധം, പിന്നെ അതിരുകൾ കവിഞ്ഞൊഴുകുന്ന രാജ്യസ്നേഹം, അങ്ങയെ പോലുള്ളവർ ഒരു 100 ആയസെങ്കിലും ജീവിച്ചിരിക്കണം സാർ. ദ കൺട്രി നീഡ്സ് യു സർ സോ ബാഡ്ലി, സോ ബാഡ്ലി. യു മേ പ്ലീസ് ഗോ നൗ. പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങയ്ക്കൊരു വീണ്ടും വിചാരമുണ്ടായി പോയാൽ, ഹിയർ ഈസ് മൈ കാർഡ്. അങ്ങയ്ക്ക് എന്നെ വിളിക്കാം ഇന്ന് തന്നെ. നീ വന്നേ. ഗോപി സാർ, അതിയാനെ കാണാൻ ഞാനോ ഞങ്ങളാരും ഇവിടെ വന്നിട്ടില്ല. അയ്യോ, ഇപ്പൊ വന്നത്? ഇവിടെ വന്നിട്ടില്ലെന്ന്. അത് ശരി, വന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. വന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഗോപി, സാർ, ആരോട് അനുവാദം ചോദിച്ചിട്ടാണോ താൻ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാർ, അത് പിന്നെ ഐ ജി അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ... ഐ ജി അല്ല, സാക്ഷാൽ DGP ആയാലും ശരി, എന്നോട് ചോദിക്കാതെ ഈ വീട്ടിനെ പടി ചവിട്ടാൻ പാടില്ല ഒരുത്തനും. മനസ്സിലായോ എനിക്ക്? താൻ കുടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ കുഞ്ഞാണില്ല സാർ. വേണ്ട, സംസാരിക്കണ്ട, ഇനി കുടിക്കരുത്. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കവും, അല്ലേ? ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ താൻ പിന്നെ സർവീസിലുണ്ടാവില്ല, അത് ഓർമ്മ വേണം. സാർ, പിന്നെ കൊറേ നാളായി പൂവന്തറ കമ്മീഷൻ. ഇയാളൊരു കടലാസ് എഴുതി കൊടുത്ത എല്ലാരും കൂടി എന്നെ പിടിച്ച് അങ്ങ് ഒലത്തും. അല്ല പിന്നെ കുടിക്കരുത്, ഉറങ്ങരുത്, തൂറരുത്. ഇയാൾ ആരുവാ? പോവാൻ തന്നെ.
എന്താ ഇത്? ലൈറ്റ് പോയല്ലോ. ഗോപി, ഗോപി, ആരാ അത്? ആരാ നിങ്ങൾ? ഗോപി, 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 സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. 1992 ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ കെ എം വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു. വേണോ നിനക്കൊരെണ്ണം? ഓൺ ദ റോക്സ്. താങ്ക്സ്. ഫസ്റ്റ് പെഗ് ഓഫ് ദ ഡേ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായതിന്റെ പുറകെ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടെ ഉണ്ടെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത്. എവിടായിരുന്നു നീ? പുൽപ്പള്ളി. യെസ് യെസ് സർ, ഹീസ് വില്ലിംഗ് സർ. DGP അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാവും. കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ടെടുത്ത് വെക്കും മുമ്പ് അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സർ? ഓക്കെ, സ്കിപ്പ് ഇറ്റ്. സംഭവം അറിഞ്ഞോണ്ടേ സെൻട്രൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു. അന്വേഷണം CBIക്ക് കൊടുക്കണമെന്ന്. ഞാൻ റെസിസ്റ്റ് ചെയ്തു. CBIക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായാൽ ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആള് വരണം. എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ഫോഴ്സ്? സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡൽഹിയിൽ തന്നെ
CM വഴി നമ്മൾ ആ മൂവ് മുളയിലെ അങ്ങ് നുള്ളി. അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു. അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തിരഞ്ഞെടുത്ത്. ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം. ആ റെക്കോർഡാ നിനക്ക് മെരിറ്റായത്. വെളുപ്പിന് CM തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു. പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. CMനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാ അത്. എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷണറുടെ കസേരയില് ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും, ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ. അത് വേണ്ട. സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചൊൽപ്പടിയിൽ ഉണ്ടാവണം, എങ്കിലേ ശരിയാവൂ. ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും. ഗുഡ് മോർണിംഗ് സർ. ഓൺ ടൈം അല്ലേ? ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ, മെരുങ്ങാത്ത എനവാ നിന്നെ പോലെ. കേന്ദ്ര സഹമന്ത്രി KM വർഗീസിന്റെ പെണ്ണുമ്പിള്ള അച്ചാമ്മയ്ക്ക് കുതിര സവാരി പഠിക്കണമെന്ന്.
അതിന് നമ്മൾ ഇവിടുന്ന് ഒരു കുതിരയും ട്രെയിനറെയും ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നു. ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവിന്റെ അധികാരം വെച്ച് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേറ്റ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞായിരിക്കും അച്ചാമ്മ ഇനി പോലീസ് കുതിരയുടെ പുറത്തോട്ട് കയറാൻ പോകുന്നത്. കുതിരയ്ക്ക് ഇൻഷുറൻസ് കൊണ്ടുവിടും. ഉണ്ട് സർ. ഭാഗ്യം, കൊണ്ടുപോകും. പക്ഷെ ഇവനാകുമ്പം കൊള്ളാം, പോലീസുകാർക്കുള്ള അത്രയും ക്ഷമയില്ല. സഹിക്കാൻ പറ്റാതെ വന്ന ഇവൻ തിരിച്ച് അച്ചാമ്മയുടെ പുറത്തോട്ട് കയറിക്കോളും. പറഞ്ഞില്ലേ, മെരുങ്ങാത്ത ജനിസ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഭരത്, ഹീസ് പ്രസാദ്, ASP ഭരത് ചന്ദ്രൻ. ഹലോ സർ. കമോൺ. അപ്പോ ആക്ഷൻ തുടങ്ങിയല്ലേ? എത്ര അടി കിട്ടും എനക്ക്? ഓ, അതിങ്ങനെ എണ്ണി പറയാനും മാത്രമൊന്നുമില്ല. ഒരു മൈനർ അസോൾട്ട്. ആരായാലും ശരി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇതുപോലെ എവിടുന്നെങ്കിലും 2 എണ്ണം കിട്ടണം നിനക്ക്. എങ്കിലേ നീ നന്നാവും. ബാലേട്ടൻ, സോറി സാറ് രാവിലെ തന്നെ ഒരെണ്ണം ഓൺ ദ റോക്സ് ആണല്ലേ? തോന്നിയാസം ചോദിക്കുമ്പോ നിന്റെ നാക്കിൽ ഇപ്പോഴും അറിയാതെ പഴയ ബാലേട്ടൻ വരും അല്ലേടാ? എനിവേ, ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. ഹി വിൽ ബി അസിസ്റ്റിംഗ് യു. സർ, നോ, ദിസ് ഈസ് മൈ ഡിസിഷൻ, റാദർ മൈ ബോധറേഷൻ. സംശയിക്കൊന്നും വേണ്ടടാ. നിന്റെ കാലപ്പേ തന്നെ പൂട്ടായവനെയും പെഡിഗ്രി ഉള്ളവനാ. പഴയ ട്രാവൻകൂർ IG ഗോപാലമേനോന്റെ ഗ്രാൻഡ് സൺ അല്ലേടോ? എന്തായി കോൺസ്റ്റബിൾ ഗോപി? കള്ളൂടിയനായതുകൊണ്ടായിരിക്കും അയാളുടെ ടോട്ടൽ ക്യാരക്ടർ ഒരിത്തിരി സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല അയാളുടെ കയ്യിൽ. ആ ഫയലിൽ ഒരു പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ആ കമ്മീഷൻ അസിസ്റ്റ് ചെയ്ത ഒരു ജൂനിയർ അഡ്വക്കേറ്റ്, ഏതോ ഒരു എന്താ മിസ് വർമ്മ എന്നോ? അതെ, ശ്രീലത വർമ്മ. എക്സാക്ട്ലി. ഇവിടേക്ക് ഇരിക്കായിരുന്നു. പാലുണ്ടായിരുന്നത് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരാ ഇവരൊക്കെ? അനിയത്തിമാര്, പിന്നെ ഏട്ടത്തിയുടെ കുട്ടികള്. എന്ത് ചെയ്യുന്നു ഏട്ടത്തി? ഏട്ടത്തി മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ദേവി, കുട്ടികളെയും കുട്ടി അപ്പുറത്ത് പോ. വാ. ഏട്ടത്തി മരിച്ചു. 2 വർഷമായി. സൂയിസൈഡ്. സോറി. ഏട്ടത്തി ഒരുപാട് പാവായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ച ആള് ഒടുവിൽ ഉപേക്ഷിച്ചു പോയപ്പോ 2 കുട്ടികളുണ്ടെന്നും കൂടി ഓർക്കണ്ട. സ്വയം. ലതേ, ആരാ അവിടെ നിന്നെ കാണാൻ വന്നിരിക്കണേ? ആരുമില്ല. അമ്മയാ. കിടപ്പില കുറച്ചു കാലായിട്ട്. ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ ലോ കോളേജിലെ പഠിപ്പൊക്കെ? ഈ മരിച്ചു എന്ന് പറഞ്ഞ ഏട്ടത്തിയുടെ ആള് സഹായിച്ചിരുന്നു അന്നൊക്കെ. പിന്നെ അഡ്വക്കേറ്റ് ജോസഫ് പുറമാടത്തിന്റെ ജൂനിയർ ആയിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? 2 വർഷം. പിന്നെന്താ പ്രാക്ടീസ് നിർത്തി കമ്മീഷന്റെ കൂടെ? അഡ്വക്കേറ്റ് ജോസഫിന് കേസൊക്കെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ തികയാറില്ല. ഒടുവില് എനിക്കൊരു സ്ഥിരം വരുമാനമാവട്ടെ എന്ന് കരുതി അദ്ദേഹം തന്നെയാ ഒരു കത്തും തന്ന് എന്നെ ജസ്റ്റിസ് മഹേന്ദ്രന്റെ അടുത്തേക്ക് വിട്ടത്. ജസ്റ്റിസ് മഹേന്ദ്രൻ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഐ മീൻ എല്ലാ രഹസ്യങ്ങളും ശ്രീലതയുമായി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇല്ല. രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ അദ്ദേഹം നേരിട്ടാ കൈകാര്യം ചെയ്തിരുന്നത്. അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ റിപ്പോർട്ടിലെ ഗൗരവമുള്ള ഭാഗങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിരുന്നത് പോലും അദ്ദേഹം തന്നെയാ. കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിരുന്നു എന്നല്ലാതെ സത്യത്തിൽ പ്രൊസീഡിംഗ്സിനെ കുറിച്ച് പുറത്തറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞല്ലോ ശ്രീലത. അത് ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ ഞാൻ വിളിപ്പിക്കും.
അല്ല സാറേ, ഇത്തവണ കൊച്ചു തമ്പുരാട്ടി അഴിയെണ്ണുവോ? അല്ല, അകത്തു പോവോന്ന്. പ്ലീസ്.